വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ്, ഉള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി വേണമെന്ന് വെച്ചാൽ ചിക്കൻ പൊടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങൊന്നും വേണ്ട. ഇതേപോലെ പച്ചയ്ക്ക് തന്നെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളി അതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ, ചെറുതായിട്ട് മുറിച്ചെടുക്കണമെന്ന് വെച്ചാലും അതേപോലെ ഉള്ളി മുറിച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതേപോലെ തന്നെ ചുരണ്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്, വേവിക്കാതെ ചെയ്യുന്നതല്ലേ. ഉള്ളി ഇതേപോലെ തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ചോറ് അതേപോലെ നമ്മൾ കയ്യിലോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയിലിടരുത്. മിക്സിയിലിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ഉടഞ്ഞ് പോവില്ല, അരഞ്ഞു പോവും. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കയ്യിലോ ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ഉള്ളി ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ്, കറിവേപ്പില അതൊക്കെ ഉണ്ട് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചീൻ്റെ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ അതൊന്നും ഇട്ടിട്ടില്ല. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. കുട്ടിയൊക്കെ കഴിക്കാനുള്ളതെല്ലാം വെച്ചിട്ട് കുറഞ്ഞ രീതിയിലുള്ള എരിവ് ഇട്ടിട്ടുള്ളൂ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് മുളക് പൊടി, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർക്കില്ല, ഇത് വെച്ചിട്ട് തന്നെയുള്ള കുഴച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്തുണ്ടെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ്, ഒരു വെള്ളത്തിൻ്റെ ചുവ വരും. അപ്പോൾ ഇതിലുള്ള ഉള്ളീൻ്റെ ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ ആ വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നല്ലോണമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കൊക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക, അതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ബൗൾസ് ആക്കി ഇടണമെന്ന് വെച്ചാൽ അതേപോലെ ആക്കി കൊടുക്കുക. ഈ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം വേവുമ്പോൾ മറ്റു ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യും.